കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ പി.ബി. അനിതയുടെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആരോഗ്യവകുപ്പ് സെക്രട്ടറി എ.പി.എം. മുഹമ്മദ് ഹനീഷാണ് ഹർജിയിലെ എതിർകക്ഷി. അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചതായി ആരോഗ്യവകുപ്പ് ഇന്ന് ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചേക്കും. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. തിരികെ കഴിഞ്ഞ ദിവസം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അനിത. സ്വാഭാവികമായിട്ടും കോടതിയലക്ഷ്യ ഹർജിയിൽ എന്ത് നീക്കമാണ് ഉണ്ടാവുക? അക്കാര്യത്തിൽ കോടതിയലക്ഷ്യ ഹർജിയുടെ നടപടികൾ അവസാനിപ്പിക്കാനാണോ സാധ്യത? നിതീഷ് കുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ രണ്ട് ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഒന്ന് മാർച്ച് 1-നാണ് നേരത്തെ ഹൈക്കോടതി പി.ബി. അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വിധി പറഞ്ഞത്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് നഴ്സിംഗ് ഓഫീസറായ പി.ബി. അനിതയുടെ സ്ഥലം മാറ്റം ചോദ്യം ചെയ്തുള്ള പി.ബി. അനിതയുടെ ഹർജിയിൽ ആ സ്ഥലം മാറ്റം റദ്ദാക്കുകയായിരുന്നു. തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശിപ്പിക്കണം എന്നായിരുന്നു മാർച്ച് 1-ലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ഒപ്പം ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ആ വിധി പറഞ്ഞത്. ഇതിൽ രണ്ട് ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഒന്ന്, ഈ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ പുനഃപരിശോധനാ ഹർജി. രണ്ടാമത്തേത്, ഈ ഉത്തരവ് നടപ്പാക്കാൻ വൈകുന്നത് ചോദ്യം ചെയ്ത് പി.ബി. അനിത നൽകിയ ഹർജി. പക്ഷേ പി.ബി. അനിതയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസറായി തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു, ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിലെ നടപടിക്രമങ്ങൾ ഇനി അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അത് തീർപ്പാകാനാണ് സാധ്യതയും. കാരണം അത് കോടതിയുടെ പരിഗണനയിലുള്ളൊരു വിഷയമാണ് എങ്കിലും, കാരണം ഈ അവർക്ക് പി.ബി. അനിതയ്ക്ക് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസറായി തിരികെ പ്രവേശനം ലഭിച്ച സ്ഥിതിക്ക് തന്നെ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകാൻ പി.ബി. അനിത ഒരുപക്ഷെ തയ്യാറായേക്കില്ല. കാരണം അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു, സർക്കാർ തന്നെ അംഗീകരിച്ച സാഹചര്യത്തിലാണ് ഈ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമുള്ളത്. രണ്ടാമത്തേത്, സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയാണ്. സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ ഇന്ന് ഒരുപക്ഷെ കോടതിയിൽ അറിയിക്കുക ഞങ്ങൾ ഉത്തരവ് നടപ്പാക്കി എന്ന കാര്യമായിരിക്കും. പക്ഷേ അതിലും സർക്കാർ ഒരുപക്ഷെ ഈ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കുമോ എന്നത് വ്യക്തമല്ല. അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ സ്ഥലം മാറ്റം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം അതേപോലെ തന്നെ നിലനിൽക്കും എന്ന കാര്യമാണ് സർക്കാർ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നിയമവൃത്തങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും. പക്ഷേ ജോലിയിൽ പ്രവേശിപ്പിച്ചു എന്ന കാര്യവും സർക്കാർ അറിയിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖൊപ്പം ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.